ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നേഴ്സിങ്ങിൻ്റെ എന്താ പറയുക, എങ്ങനെ ഇവിടെ ദുബായിൽ വന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ജോലി കിട്ടാനായിട്ട്, ജോലി കിട്ടിയിട്ട് എന്താ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ട്. അതായത് ഇപ്പോൾ നാട്ടിലും നമ്മുടെ ഹോം ഹെൽത്ത് കെയർ നടക്കുന്നുണ്ട്, എസ്പെഷ്യലി ഇൻ ദ യൂറോപ്യൻ കൺട്രി, GCC കൺട്രിയിലൊക്കെ ഇവിടെ വളരെ ഇതായിട്ട് ഈ ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർവീസ്, ഒരു ഇതുണ്ട്, ജോബ് ഉണ്ട്. അപ്പോൾ ചിലർക്ക് ഭയങ്കര പേർക്ക് ഡൗട്ടാണ്, എന്താണ് ഈ ഹോം ഹെൽത്ത് കെയർ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മറ്റേ മെയ്ഡിൻ്റെ പണിയാണോ എടുക്കുന്നത്, എന്താ പറയുക സാലറി എങ്ങനെ ഉണ്ടാവും, സാലറി കുറവായിരിക്കുമോ, എന്താ പറയുക അവിടെ ചെന്ന് കഴിഞ്ഞാൽ വേറെ വല്ലതൊക്കെയാണോ അവർ ചെയ്യിപ്പിക്കുക, അങ്ങനെ പല ഡൗട്ടും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ UAE എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പ്രൈവറ്റ് ഏജൻസിയും അല്ലാണ്ട് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ളതും ഉണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് കുറേ ഇപ്പോൾ ഒരു 2024-25 ആ സമയങ്ങളിൽ കുറേ ഹോം ഹെൽത്ത് കെയറുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പ്രൈവറ്റിൽ. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല കാറ്റഗറിയിലുള്ള ഹോം ഹെൽത്ത് കെയർ ഉണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹോം ഹെൽത്ത് കെയർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് അവർക്ക് നമ്മൾ കെയർ കൊടുക്കുക. അതിപ്പോൾ ചിലപ്പോൾ ഹെൽത്തായിട്ട് റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക ബെഡ് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ആയിരിക്കും. എന്താണെങ്കിലും കെയർ നമ്മൾ വീട്ടിൽ പോയി കൊടുക്കുന്നത്, അത് പല കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഇത് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബെഡ് ആയിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞു ബെഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ വീട്ടിൽ പോയിട്ട് അവർ പറയുന്ന അവേഴ്സിൽ, മോസ്റ്റ് ഓഫ് ദ അതിലും 12 hours ആയിരിക്കും. ചില വീട്ടുകാർക്ക് ഇപ്പോൾ 8 hours മതിയായിരിക്കും, ചിലപ്പോൾ 2 hours മതിയായിരിക്കും, ചിലപ്പോൾ എന്താ പറയുക 24 hours വേണ്ടിവരിക്കും. അവിടെ ചെന്നിട്ട് നമ്മൾക്ക് ഓൾറെഡി ഹോം ഹെൽത്ത് കെയറിൽ ഓൾറെഡി ഒരു ഡോക്ടർ ഉണ്ടാവും. പിന്നെ അവർ ഓൾറെഡി ആ പേഷ്യൻസിനെ കണ്ട് അവരുടെ എന്തൊക്കെ ഡയഗ്നോസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഹിസ്റ്ററി അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ അവർ ഡോക്ടർ പോയി കണ്ട് എല്ലാം ഇതാക്കി അവരുടെ ഹിസ്റ്ററിയും കാര്യങ്ങളും അവരുടെ കാണിക്കുന്ന ഡോക്ടറുടെ ഇതും എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഒരു നേഴ്സിന് അവിടെ അപ്പോയിൻമെൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അവർക്ക് മെഡിസിൻ എടുത്ത് കൊടുക്കുന്നു. ചിലർക്ക് ഇഞ്ചക്ഷൻ ഉണ്ടാവും, ചിലർക്ക് ഫീഡിങ് ഉണ്ടാവും, ചിലർക്ക് ട്രക്കിയോസ്റ്റമി ഉണ്ടാവും, ചിലർക്ക് ജെനോസ്റ്റമി ഉണ്ടാവും, ഓസ്റ്റമി ഉണ്ടാവും, അങ്ങനെ പല ഇതിലുള്ളതായിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടത് എന്താ, നമുക്കുള്ള ട്രെയിനിങ് അവർ ഓൾറെഡി തരും. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഫീൽഡിനോട് ട്രക്കിയോസ്റ്റമി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നേഴ്സിനെയൊക്കെ അവിടെ ഇടും. അല്ലാണ്ട് ഇപ്പോൾ ഒന്നും അറിയാത്തവരെ കൊണ്ട് അവിടെ ഇട്ടിട്ട് അങ്ങനെ ചെയ്യില്ല. അങ്ങനെയുള്ളവർ അവിടെ ഇടുന്നു, നമ്മൾ അവർക്ക് കെയർ കൊടുക്കുന്നു, പൊസിഷൻ കൊടുക്കുന്നു, ഫീഡ് കൊടുക്കുന്നു. അങ്ങനെ ഇപ്പോൾ അല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ വായിലെടുത്ത് കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഫുഡ് വരുന്നു. അവിടെ ഓൾറെഡി മെയ്ഡും കാര്യങ്ങളും ഉണ്ട്. നമ്മൾ നേഴ്സിൻ്റെ ജോബ് എന്താണെന്നുള്ളത് മാത്രം അവിടെ ചെന്ന് ചെയ്തു കൊടുക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അതായത് സാധാരണ പേഷ്യൻറ്റിന് നമ്മൾ ഇവിടെ വാർഡിൽ അഡ്മിറ്റായ പേഷ്യൻറ്റിനെ എങ്ങനെ കെയർ ചെയ്യുന്നു അതുപോലെ തന്നെ അവരെ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്നു. അതുകൊണ്ട് ഹോം ഹെൽത്ത് കെയർ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസുകൾ നമ്മൾ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുക. അതായത് ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസുകൾ, അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക വൂണ്ട് കെയർ, ഡ്രസ്സിങ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ വീട്ടിൽ പോയിട്ട് അവർ നമുക്ക് കുറേ ആപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ത്രൂ നമ്മളെ ബുക്ക് ചെയ്യുന്നു. നമ്മൾ എന്ത് സർവീസാണ് അവർക്ക് വേണ്ടത്, അതിൽ ഏത് നേഴ്സാണോ നല്ലത്, അതായത് ഇപ്പം ഈ ക്യാനിൽ ഇടാൻ എക്സ്പെർട്ടായ നേഴ്സിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ക്യാനിൽ ഇടാൻ അറിയാത്തവരെ അതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ എന്താ വെച്ചാൽ അവർ പൈസ കൊടുത്ത് നമ്മളെ ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ നീഡ് ആവശ്യമാണ്. അപ്പോൾ ഒന്നും അറിയാത്തവരെ നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവരെ എടുത്തിട്ട് അവരത് പോയിട്ട് എന്ത് ചെയ്യുന്നു, അവർക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. ഇഞ്ചക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെയല്ല, ഞാൻ പറഞ്ഞത് കോസ്മെറ്റിക് ഇഞ്ചക്ഷൻസുകളാണ്. ഇപ്പോൾ ഇവിടെ UAE ആണെങ്കിൽ കോസ്മെറ്റിക് ഇഞ്ചക്ഷൻസ് എല്ലാം നമ്മൾ വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കുന്നത്. അതായത് വൈറ്റമിൻ C, പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഗ്ലോ, എന്താ ലിവർ ഡിറ്റോക്സ്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക സ്കിൻ വൈറ്റനിങ്, ഹെയർ ഫോള്, ഹെയർ ഗ്രോത്ത്, സ്കിൻ ഗ്രോത്ത്, അങ്ങനെ കുറേ റിലേറ്റഡ് ആയിട്ടുള്ള കോസ്മെറ്റിക് ഡ്രഗ് ഉണ്ട്. അതൊന്നും നമുക്ക് അതായത് അവർക്ക് അസുഖമായിട്ടല്ല, അവരുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്നു. അപ്പോൾ അത് നമുക്ക് 1 hour or 2 hours ഉണ്ടാവുള്ളൂ. നമ്മൾ അവിടെ പോകുന്നു, അവർക്ക് ക്യാനിലിടുന്നു. ക്യാനിലെന്ന് വെച്ചാൽ വലിയ ക്യാനിലൊന്നല്ല, ജസ്റ്റ് 2 hours, മാക്സിമം 2 hours ഉള്ള ഒരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ക്യാനിലിടുന്നു. ഇട്ടിട്ട് നമ്മൾ ആ ട്രിപ്പ്, അതിന് മുന്നേ ഡോക്ടർ അവരെ വിളിക്കുന്നു, അവരുടെ മെഡിക്കൽ
ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യുന്നു, അവരുടെ അലർജി കാര്യങ്ങളെല്ലാം ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുന്നു, റിട്ടേൺ ഓർഡർ തരുന്നു. ആ ഓർഡർ മുഖേന നമ്മൾ അവിടെ പോകുന്നു. വീണ്ടും നമ്മൾ വൈറ്റൽസ് കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നമ്മൾ വീണ്ടും ഹിസ്റ്ററി എല്ലാം ഇതാക്കി നമ്മളത് ഡോക്യുമെൻറ്റും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യണം, ക്യാനിലിട്ട് അവർക്ക് IV സ്റ്റാർട്ട് ചെയ്യുന്നു. ഇങ്ങനെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് എടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആപ്പ് ത്രൂ, ഇപ്പോൾ പല ആപ്പുകളും ഉണ്ടല്ലോ, ആ ആപ്പ് ത്രൂ അവർ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ബ്ലഡ് ടെസ്റ്റ് ഓർഡർ ചെയ്യുന്നു. അവർക്കിപ്പോൾ ഈ വൈറ്റമിൻ ഡിയുടെ ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പോകുന്നു. അതിന് നമുക്ക് ഓൾറെഡി ഡോക്ടറെ ആ സമയത്ത് ഡോക്ടർ എന്ത് ചെയ്യുന്നു, വിളിച്ച് ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഇതാക്കുന്നു. നമ്മൾ പോകുന്നു, ബ്ലഡ് ഏത് സാമ്പിൾ വേണ്ടത്, ബോട്ടിൽ വേണ്ടത് എന്നുള്ളത് അറിയാമല്ലോ. നമുക്കറിയില്ലെങ്കിൽ ലാബിൽ നമ്മൾ പല ഹോം ഹെൽത്ത് കെയറും ലാബുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചിട്ട് ഇന്ന ബോട്ടിൽ പോയി നമ്മൾ എടുക്കുന്നു. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കൂളർ ബോക്സിൽ വെക്കുന്നു. അപ്പം തന്നെ മെസ്സഞ്ചർക്ക് കൊടുത്തു വിടുന്നു. അത് അങ്ങനെ ബ്ലഡ് എടുക്കുന്നത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ IM ഇഞ്ചക്ഷനുകൾ, ചില പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്ത് ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ IM ഇഞ്ചക്ഷനുകൾ, അപ്പോൾ നമുക്ക് അതിന് ഡോക്ടറുടെ റിട്ടേൺ, അതായത് ഓർഡറുള്ള പേപ്പർ, അതായത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. നമ്മുടെ ഡോക്ടറെ ഇൻഫോം ചെയ്യുന്നു. അതെല്ലാം പരിശോധിച്ചിട്ട് അത് കറക്റ്റാണ്, പ്രോപ്പറാണെന്ന് അറിഞ്ഞ് എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ പോയിട്ട് നമ്മൾ IM ഇഞ്ചക്ഷൻ കൊടുക്കുന്നു. അങ്ങനത്തെ സർവീസുകൾ. പിന്നെ അല്ലാണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ കാര്യങ്ങൾ, അവിടെയൊക്കെ നേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും അവിടെ വല്ല എമർജൻസി കാര്യങ്ങൾ വരാനായിട്ട് ഹോട്ടലുകളിൽ എന്താവുന്നു, അത് ഹോട്ടൽ ത്രൂ ആണ് വരുന്നത്. അത് അവരുടെ മാനേജ്മെൻറ്റ് തന്നെ പ്രൈവറ്റായിട്ട് വിളിച്ചിട്ട് അവർ തന്നെ അത് ഇതാക്കുന്നതാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്ന ഈ എന്താ പറയുക, ഇതില്ലേ വർക്കേഴ്സില്ല, അവർക്ക് വേണ്ടിയിട്ട് എന്താക്കുന്നുണ്ട്, നേഴ്സിന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനും, അവർക്ക് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഡൊമസ്റ്റിക് വർക്കേഴ്സൊക്കെ ഇല്ല, അവർക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും വരുമ്പോൾ അവിടെ ഇതാക്കാനും, അതും ഈ എന്താ പറയുക, ഇവിടുന്ന് അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവിടേക്ക് സെൻഡ് ചെയ്യുന്നു, അവിടെ ഇത്രയും അവേഴ്സിൽ പോസ്റ്റ് ചെയ്യുന്നു, അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ അവേഴ്സ് ഒന്നും ഫിക്സ്ഡ് അല്ല. അപ്പം നമുക്ക് പറയുന്ന ഡ്യൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 12 hours ആയിരിക്കും. അപ്പം നമുക്ക് വീക്കിലി 48 hours അങ്ങനെ ഓഫ് വരുന്നു. ചിലവർക്ക് 24 hours വേണം, ഫുൾ ഡേ ഒരു നേഴ്സ് തന്നെ അവിടെ നിൽക്കണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റിനനുസരിച്ച് നൈറ്റും ഇതിലേക്ക് മാറി അങ്ങനെ ഇതാക്കുന്നു. അപ്പോൾ ഇതിനും നമ്മൾ രജിസ്റ്റേർഡ് നേഴ്സ് തന്നെയാണ് ഇങ്ങനത്തെ കെയറും ക്യാനില അത് ബ്ലഡ് എടുക്കാനൊക്കെ രജിസ്റ്റേർഡ് നേഴ്സ് മാത്രമേ പറ്റുള്ളൂ. അല്ലാണ്ട് ബെഡിഡനായ പേഷ്യൻസിന് ജസ്റ്റ് മെഡിസിനും കാര്യങ്ങളും എടുത്തു കൊടുക്കാനും അവരെ പൊസിഷൻ ചെയ്യാനും അവരെ നോക്കാനുമായിട്ടുള്ളത് അസിസ്റ്റന്റ് നേഴ്സ് മതി. അത് ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ്വൈസറി കഴിഞ്ഞാൽ മതി. അപ്പോൾ ഇവരുടെ സാലറിയും വ്യത്യാസമുണ്ട്, ഇവരുടെ എന്ത് പറയുന്ന ലൈസൻസും എല്ലാം തന്നെ ഏതാണോ കമ്പനി എടുക്കുന്നത് അവർ ആക്ടിവേറ്റ് ആക്കി തരും. വിസ കാര്യങ്ങളെല്ലാം അവർ തന്നെ തരും. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെയിം തന്നെ. അല്ലാണ്ട് നമ്മൾ അവിടെ പോയിട്ട് അവരുടെ മറ്റേ മെയ്ഡിൻ്റെ പണി എടുക്കുക, അവർ പറയുന്ന പണി അങ്ങനെയൊന്നുമില്ല. നമ്മൾ പോകുന്നു, നമ്മൾ നേഴ്സിൻ്റെ എന്താണോ ജോബ് അത് ചെയ്യുന്നു. പിന്നെ ഇത്ര അവേഴ്സ് എന്നുള്ളത്, ചിലവർക്ക് 8 hours ഒക്കെ മതി, അത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ കൂടെ നമ്മൾ പോകുന്നു, അതായത് ഡോക്ടേഴ്സ് ഓൺ കോൾ എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. അതായത് പേഷ്യൻസിന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വയ്യ, അവർക്ക് പെട്ടെന്ന് ഇപ്പോൾ ഒരു ഡോക്ടർ കൺസൾട്ടേഷൻ വേണമെങ്കിൽ നമ്മുടെ ഹോം കെയറിൽ ഓൾറെഡി ഡോക്ടർ ഉണ്ട്, ആ ഡോക്ടർ അവരെന്ത് ചെയ്യും, കൺസൾട്ടേഷൻ വിളിക്കും. നമ്മളപ്പോൾ നേഴ്സും കൂടെ പോകുന്നു, ഡോക്ടർ ആ പേഷ്യൻസിനെ പരിശോധിക്കുന്നു, അവർക്ക് വൈറ്റൽസ് കാര്യങ്ങളെല്ലാം ഇതാക്കുന്നു. ചിലപ്പോൾ അവർക്ക് വല്ല ഫ്ലൂയിഡോ ഡീഹൈഡ്രേഷനോ കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഫീവർ ആയിരിക്കും. അങ്ങനെ അതിനെന്താണെന്നുള്ളത് ട്രീറ്റ്മെൻറ്റ് പറയുന്നു. ജസ്റ്റ് അവിടെ നമ്മൾ പാരസെറ്റമോൾ കാര്യങ്ങൾ ഇതാക്കുന്നു. അല്ലാണ്ട് പിന്നെ ഡോക്ടർ എന്ത് ചെയ്യുന്നു, മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുന്നു. അവർക്ക് പിന്നെയും കുറഞ്ഞില്ല, പിന്നെ ടെസ്റ്റുകളും പറയുന്നു. അപ്പോൾ നമുക്ക് ഡോക്ടർ പറയുമ്പോൾ ബ്ലഡ് ടെസ്റ്റ് പറയുന്നത് നമ്മൾ അപ്പം തന്നെ എടുത്ത് എന്താക്കുന്നു, ബ്ലഡും കാര്യങ്ങളും എടുക്കുന്നു, ഡ്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഇഞ്ചക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കുന്നു. അങ്ങനെ ഡോക്ടേഴ്സ് അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിലും അങ്ങനെയും ഹോം കെയറുകൾ അതുമാത്രമായിട്ട് ഹോം കെയർ ആയിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹോം കെയർ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം. എന്താ പറയുക, അതിലെ സർവീസുകളും കൊടുക്കേണ്ട കെയറും കാര്യങ്ങളും ഒക്കെയാണുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് പേടിക്കാനോ നമ്മുടെ ഇതിലൊന്നുമില്ല. നമുക്ക് ഇഷ്ടം മീൻസ് സേഫാണ്. നമുക്ക് ലൈസൻസും കാര്യങ്ങളും വിസ എല്ലാം ഇതാവുന്നുണ്ട്. പിന്നെ ഡോക്ടറുണ്ട്, അത് കാര്യങ്ങൾ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ പോയി നമ്മൾ സർവീസ് ചെയ്ത് കൊടുക്കുന്നു. ഹോസ്പിറ്റലിൽ വരുന്നതും അവരെ വീട്ടിൽ പോകുന്നതും രണ്ടും രണ്ടാണ്. അപ്പോൾ അവർ അതിനനുസരിച്ചിട്ടുള്ള അവർ പൈസ കൊടുത്ത് നമ്മളെ നിയമിക്കുകയാണ്. അപ്പോൾ അവർക്ക് അതിൻ്റെതായ എന്താ പറയുക കെയറും കാര്യങ്ങളും ഒന്നും കൂടി കുറച്ചും കൂടി കൂടുതൽ വേണ്ടിവരും. അപ്പോൾ അതിനനുസരിച്ച് ഇതാക്കുക. അല്ലാണ്ട് പേടിക്കാനോ കാര്യങ്ങളോ ഈ പറയുന്ന പോലെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഹോം കെയർ എന്ന് പറയുന്നത്. അതിനും നല്ല സ്കോപ്പ് ഉണ്ട്. ഇഷ്ടംപോലെ ഹോം കെയറുകളും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഹോം കെയറിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഉറപ്പായും മെസ്സേജ് അയക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.